വീഗാലാൻഡിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃശൂർ സ്വദേശി വിജേഷ് വിജയന് നഷ്ടപരിഹാരം നൽകാമെന്ന് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി. ഹൈക്കോടതിയിലാണ് ചിറ്റിലപ്പള്ളി നിലപാട് അറിയിച്ചത്. വിജേഷിന് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻസ് 5 ലക്ഷം രൂപ നൽകും. തുകയുടെ ഡിമാൻഡ് ക്രാഫ്റ്റ് മാർച്ച് 1 ഹൈക്കോടതിയിൽ ഹാജരാക്കണം. തൃശൂർ സ്വദേശി വിജേഷ് വിജയന്റെ കുടുംബത്തിന് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകും. തുകയുടെ ഡിമാൻഡ് ക്രാഫ്റ്റ് മാർച്ച് 1 ഹാജരാക്കണമെന്ന് ഫൗണ്ടേഷന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് നിർദ്ദേശം നൽകിയത്. വിജേഷിന്റെ അമ്മയ്ക്കാണ് തുക നൽകുക. വീഗാലാൻഡ് കമ്പനി 2009 ഇല്ലാതായെന്നും അതിനാൽ ഉത്തരവാദിത്വം ഇല്ല എന്ന വാദം കമ്പനി ഇന്ന് പിൻവലിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകാൻ വണ്ടർലായുടെ MD-യോട് കോടതി നിർദ്ദേശിച്ചു. ആരൊക്കെയാണ് കമ്പനി MD-മാർ, ഷെയർ ഹോൾഡർമാർ എന്നീ വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ വേണ്ടത്. വിജേഷിന് വേണ്ടി അഡ്വക്കേറ്റ് സജു എസ് നായരാണ് ഹാജരായത്. 2002 വീഗാലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡിൽ നിന്ന് വീണ് തൃശൂർ സ്വദേശിയായ വിജേഷ് വിജയന് പരിക്കേറ്റത്. ബക്കർ ഷവർ എന്ന റൈഡിൽ നിന്ന് വീണതിനെ തുടർന്ന് ശരീരം തളർന്ന് വിജേഷ് അന്നു മുതൽ വീൽ ചെയറിലാണ് ജീവിതം തള്ളി നീക്കുന്നത്. ചികിത്സയ്ക്കായി 25 ലക്ഷം രൂപയോളം ചിലവഴിക്കേണ്ടി വന്നു. ആദ്യം 50,000 രൂപ നൽകിയ വീഗാലാൻഡ് അധികൃതർ തുടർ ചികിത്സയ്ക്ക് യാതൊരു സഹായവും നൽകിയില്ല എന്നും ചിറ്റിലപ്പള്ളിയെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം പ്രതികരിച്ചില്ല എന്നും വിജേഷ് ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് നഷ്ടപരിഹാരം തേടി വിജേഷ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ വിജേഷ് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നും അതിനാൽ 2.5 ലക്ഷം രൂപ നൽകാം എന്നായിരുന്നു ചിറ്റിലപ്പള്ളിയുടെ നിലപാട്. ഇതേ തുടർന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ചിറ്റിലപ്പള്ളിയുടെ നിലപാടിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല എന്ന് വിമർശിച്ച ഹൈക്കോടതി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടിയാണോ എന്നും ചോദിച്ചിരുന്നു. എത്ര പണമുണ്ടാക്കിയാലും അതൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ ആകില്ല എന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരുന്നു. കോടതിയുടെ ഈ വിമർശനം ചിറ്റിലപ്പള്ളിയെ വീണ്ടും പരിഹസിക്കുന്നതിന് തുല്യമായിരുന്നു. തുടർന്നാണ് വിജേഷിന് നഷ്ടപരിഹാരം നൽകാമെന്ന് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി സമ്മതിക്കുന്നത്. ഹൈക്കോടതിയിൽ ചിറ്റിലപ്പള്ളി ഈ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. 5 ലക്ഷം രൂപ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻസ് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തുകയുടെ ഡിമാൻഡ് ക്രാഫ്റ്റ് മാർച്ച് 1 ഹാജരാക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.